ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. ഇപ്പൊ ഞാനിന്ന് വന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിംഗ് വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതിയൊരു സ്മാർട്ട് വാച്ച് വാങ്ങി, അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ്. പക്ഷെ അത് പറഞ്ഞതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അജയ് ടെക് ടിപ്സ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഈ നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് അൺബോക്സിംഗ് വീഡിയോ ആണ്, സ്മാർട്ട് വാച്ച് ആണ്. ഇത് എൻ്റെ ഈ ചാനലിൽ 3ാമത്തെ സ്മാർട്ട് വാച്ച് അൺബോക്സിംഗ് ആണ്. ഫസ്റ്റ് റിയൽമി ഡിസോ അൺബോക്സിംഗ് ആയിരുന്നു. സെക്കൻഡ് ഇപ്പൊ ഞാൻ കയ്യിൽ കെട്ടിയിട്ടുള്ള വാച്ച് അതേതാണ്, ഫയർബോൾട്ട് ആണ്. പക്ഷെ ഈ 2 ഫോണും ഈ ഒരു 1.5-2 കൊല്ലത്തിന്റെ ഇടയിൽ കംപ്ലൈന്റ് ആയി. അപ്പം ഞാൻ അതിന്റെ റിവ്യൂ മോശമായിട്ട് പറയല്ല, കാരണം ഒരു സ്മാർട്ട് വാച്ചിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം അല്ലെങ്കിൽ മാക്സിമം 2 കൊല്ലമേ കിട്ടുള്ളൂ. കാരണം നമ്മൾ റഫ് യൂസ് ആണ്. ഞാനൊക്കെ അത്യാവശ്യം റഫ് യൂസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ബ്രാൻഡ് മാറ്റി. ഫസ്റ്റ് വാങ്ങിയ ബ്രാൻഡ് ഏതാണ്? ഞാൻ പറഞ്ഞു റിയൽമി ഡിസോ ആണ്. സെക്കൻഡ് വാങ്ങിയത് ഫയർബോൾട്ട് ആണ്. ആ ഫയർബോൾട്ട് തന്നെ അവരെ ബ്രാൻഡ് എനിക്ക് അത്ര വലിയൊരു താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ 3ാമത് നോയ്സിന്റെ വാങ്ങിയത്. അപ്പൊ ബ്രാൻഡ് കിട്ടിയില്ലേ, നോയ്സ്. അത് തമിഴിലും കണ്ടിട്ടുണ്ടാവും. നോയ്സിന്റെ സ്മാർട്ട് വാച്ച് ആണ്. അപ്പം ഫയർബോൾട്ട് ഞാൻ വാങ്ങിയ ഉടനെ തന്നെ അത് പെട്ടെന്ന് കംപ്ലൈന്റ്. അത് ഞാൻ നല്ല സിൽവർ ചെയിൻ സ്ട്രാപ്പുള്ള വാച്ച് ആയിരുന്നു വാങ്ങിയത്. അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ചാനലിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ കംപ്ലൈന്റ് ആയപ്പോൾ അത് 2000 സംതിങ്ങിന്റെ ആണ്. തിരിച്ച് അയച്ചത് ഈ ഒരു ചെയിനിന് പകരം സ്ട്രാപ്പ് ഉള്ളതാണ്. പിന്നെ അതിന് പിന്നാലെ ഞാൻ പോയൊന്നുമില്ല, കാരണം 2000 രൂപയുടെ സാധനമാണ്. പൈസക്ക് വിലയില്ലാറ്റല്ല, പിന്നെ അതിന്റെ പിന്നിൽ മെനക്കെടാൻ വയ്യ, അതുകൊണ്ട് അത് പോയില്ല. അതുകൊണ്ട് പിന്നെ നെക്സ്റ്റ് എടുത്തപ്പം ഇതിപ്പോ ഇതിന്റെ എന്താ പ്രശ്നം വെച്ചാൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് അതിന്റെ ചാർജിങ്ങിന് ഇഷ്യൂ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് കയ്യിൽ പിടിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വാങ്ങാം വേറെ വിചാരിച്ചു. ഇതൊരു അനാവശ്യ ചെലവായിട്ട് ഞാൻ കണ്ടേ. സ്മാർട്ട് വാച്ച് ഒരാൾക്ക് വേണം, പ്രത്യേകിച്ച് മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക്. ആ നേരത്തെ മെയിൽ വരാൻ നമ്മൾ ഫോൺ സൈലന്റ് ആയിരിക്കും, ഇപ്പൊ മെയിൽ വരാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ ഡോള AI യൂസ് ചെയ്തിട്ട് വാട്സപ്പിൽ നമ്മൾ വിർച്വൽ അസിസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് വരെ നമുക്ക് എപ്പോഴും ഫോൺ നോക്കിയിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇതിന് വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്മാർട്ട് ഫോൺ ആവശ്യമുണ്ട്. അപ്പൊ പുതിയ കമ്പാനിയൻ, പുതിയ സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാണ് അതിന്റെ ബോക്സ്. ഇത് ഫ്ലിപ്കാർട്ട് ഇപ്പം പഴയ പോലെ ഒന്നല്ല, അവരെ മുമ്പ് തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു. അതുകൊണ്ട് അൺബോക്സിങ് അവിടെ കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു അൺബോക്സിങ് കാണിക്കുകയാണ്. ഇതാണ് അതിന്റെ ബോക്സ്. അതിൽ ഇതാണ് മോഡല്. നമ്മുടെ പ്രേക്ഷകർ കാണുന്നല്ലോ. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ പേ ചെയ്തിട്ടുള്ള പ്രൊമോഷനാണ്. അതുകൊണ്ട് പ്രൊമോഷൻ ഒന്നല്ല, അത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസ്. അങ്ങനെ ഞാൻ ചെയ്യണോണ്ട് എന്താ, എനിക്കതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ച ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ ഉണ്ട്. നമ്മൾ പണ്ട് റിയൽമീൻ്റെ വാച്ച് കിട്ടിയിട്ട് 2ാമത്തെ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങയ്ക്ക് ഹാർട്ട് ബീറ്റ് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടില്ലാത്തൊരു ഐ ബട്ടണിലുണ്ട് കാണാൻ. കാരണം അതിൽ തേങ്ങയുടെ ഹാർട്ട് ബീറ്റ് വരെ, അതായത് ബീറ്റ് ഒന്നുമില്ല, വരെ സെൻസ് ചെയ്യാനായിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ബഗ് തന്നെയായിരുന്നു. ആ വാച്ച് ഒരു 1-1.5 കൊല്ലമാകുമ്പോഴേക്കും അത് പോയി എനിക്ക്. പിന്നെയാണ് ഞാൻ ഫയർബോൾട്ട് വാങ്ങുന്നത്. അതിപ്പോ അതാ ഇതിന്റെ ചാർജിങ് ഇഷ്യൂ ഉണ്ട്. അത് കയ്യിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് വേണം ചാർജ് ചെയ്യാൻ. അപ്പൊ പിന്നെ വേറെ വാങ്ങണം നിർത്തില്ല. അപ്പൊ നേരെ അൺബോക്സിംഗിലേക്ക് പോവാം. അപ്പൊ ഇതിന് ഞാൻ ടേബിൾ ഒന്നും എടുക്കണില്ല, ഇത് ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. അപ്പൊ ഇത് പറയുകയാണെങ്കിൽ നോയ്സിന്റെ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്. പിന്നെ 1.91 TFT ഡിസ്പ്ലേ ആണ്. ഡിജിറ്റൽ ക്രൗൺ ആണ് വരുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന്റെയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. 500 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നെസ്. അപ്പൊ അത്യാവശ്യം നമുക്ക് ഡാർക്കുള്ള സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 150 വാച്ച് ഫേസസ് ഉണ്ട്. നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യില്ല, നമ്മളെ ഫാമിലി ഫോട്ടോ ഒക്കെ വെക്കുള്ളൂ. പിന്നെ 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്. അത് ഇതേപോലെ തന്നെ വരെ ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കൊക്കെ ആയിരിക്കും. അത് നമ്മൾ തീരെ വിശ്വസിക്കരുത് കേട്ടോ. പിന്നെ മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ്സ്. ഞാൻ പിന്നെ സ്പോർട്സിൽ അത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് എനിക്ക് ആവശ്യമില്ല. പിന്നെ SP02, അതായത് നമ്മുടെ ഓക്സിജൻ ലെവൽ, അതും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. നമുക്ക് പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് കിട്ടണം, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പിന്നെ IP68 വാട്ടർ റെസിസ്റ്റൻസ്, അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ചെറിയൊരു വെള്ളത്തുള്ളിയൊക്കെ വന്നു കഴിഞ്ഞാലും ആവില്ല. പിന്നെ അപ് ടു 7 days ബാറ്ററി എന്ന് പറയപ്പെടുന്നു. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ ബാറ്ററി ഡ്രെയിൻ ആവുന്നത്. അത് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞത് ഞാൻ അത്യാവശ്യം ഹെവി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കോൾ ആൻഡ് SMS ക്വിക്ക് വ്യൂ. അപ്പം നമുക്ക് വാട്സപ്പ് മെസ്സേജും കിട്ടുമെന്ന് വിചാരിക്കുന്നു. പ്രൗഡ്ലി ഡിസൈൻഡ് ഇൻ ഇന്ത്യ. ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്നേ ഉള്ളൂ. ചിലപ്പം നമ്മുടെ ചൈനയൊക്കെ, അത് നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല.
ഇതിന് ആപ്പ് ഉണ്ട്, നോയ്സ് ഫിറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെയാ യൂസ് ചെയ്യാന്നുള്ളൊക്കെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യും. ഇതാ ഇന്ത്യസ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇത് നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പറയുന്നത്. ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ തരികടകൾ നടക്കണില്ല, ഇല്ലെങ്കിൽ എന്താ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ സോപ്പ് പെട്ടിയൊക്കെ ഇരിക്കും. അപ്പൊ ഇത് നമ്മളിവിടെ മാറ്റി വെച്ചു. നെക്സ്റ്റ് എന്താ നോക്കാം, ബുക്ക്ലെറ്റ്സ് ആണ്. ആ ബുക്ക്ലെറ്റ്സ് നമുക്ക് നോക്കാം. അതൊന്നുമില്ല, അതിന്റെ വാറന്റി കാർഡ്, സ്ലിപ്പ്, കാര്യങ്ങള്. പിന്നെ അടുത്ത് നമ്മുടെ വാച്ചാണ്. എന്താ ചാർജർ നമ്മുടെ സാധാരണ പോലത്തെ ആ 2 മൊട്ടായിട്ടുള്ള ചാർജറാണ്, അല്ലാണ്ട് പ്രത്യേകിച്ചുള്ള ചാർജറൊന്നും അല്ല. ഹിയർ കംസ് ഇതാ നമ്മുടെ വാച്ച്. ഇത് നമുക്ക് പീൽ ഓഫ് ചെയ്യാം. ഇതിനൊരു സ്പോഞ്ചൊക്കെ തലയുടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ വാച്ചുകൾക്കും കൊടുക്കണതാണല്ലോ. എനിക്ക് ചെയിൻ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ചെയിൻ വാച്ച് വാങ്ങിയത്. ഇതിൻ്റെ ഒരു കവറുണ്ട്, അത് പീൽ ചെയ്യണം, അത് പീൽ ചെയ്യും. ഇതാണ് സ്ട്രാപ്പിനും ഉണ്ട് ഒരു കവർ, അത് ഞാൻ പീൽ ചെയ്തിടും. ഇത് എനിക്കൊന്ന് ചാർജ് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ആവേണ്ടത്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, ആവണില്ല. അത് ചാർജ് ചെയ്യുമ്പോഴാണ് ഓൺ ആവുന്നത്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലാപ്പിൽ കണക്ട് ചെയ്തിട്ട് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം. വാച്ച് ഓൺ ആകുമ്പോൾ തന്നെ ഡൗൺലോഡ് നോയ്സ് ഫിറ്റ് ആപ്പ് നമ്മുടെ മൊബൈലിൽ ആക്കണം. അതിനൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്യണം. ഇതിന്റെ ബാക്കി മാക് അഡ്രസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങണ വാച്ച്. ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് കാണിച്ചു തരാം. ഒരു വാച്ചല്ലേ, അത് കെട്ടി അൺബോക്സ് ചെയ്തത് കെട്ടിയിട്ട് കാണിക്കണല്ലേ ഒരു ഇത്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. പഴയ വാച്ച് അവിടെ വെക്കുന്നു. ഇത് സൈസൊന്നും നമ്മൾ പറഞ്ഞില്ല, പക്ഷേ കറക്റ്റ് ആണ്. ഫിറ്റാക്സ് ഗ്ലൗ, അപ്പം ഹാൻഡ് ആൻഡ് ഗ്ലൗ, അങ്ങനെ അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഇനി യൂസർ എക്സ്പീരിയൻസ് നോക്കണം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.